ഓരോ സ്റ്റോറിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഫീലുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് ഭരതൻ സാറും ഓരോ സാറിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതിൽ അന്നത്തെ ഒരു മാറ്റമായിരുന്നു, സിനിമയുടെ മാറ്റമായിരുന്നു. പിന്നീട് ഓരോ ടാലൻറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ ഡിറക്ടേഴ്സ് ലെജൻസ് വന്ന് നമുക്ക് പടങ്ങൾ തരുമ്പോഴും അതിലുള്ള വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഇന്ന് അതിൽ കുറച്ച് എന്തൊക്കെയോ മേ ബി അതിൻ്റെ മേക്കിങ്ങിൻ്റെയോ എന്താണെന്ന് തന്നെ എനിക്ക് മനസ്സിലാവണ്ടേ. ഈ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ള സംഭവം മനസ്സിലാവണില്ല. 1983 എന്ന് പറഞ്ഞൊരു ഫിലിം, അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു ന്യൂ ജനറേഷൻ ഫിലിമായിട്ട് തോന്നിയില്ല. ഒരു എല്ലാം എന്താ പറയുക, യങ്സ്റ്റേഴ്സാണ്, പുതുമുഖങ്ങളുണ്ട്. നിവിൻ്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ പക്ക വില്ലേജിലുള്ള ഒരു ക്യാരക്ടർ. നമ്മൾ വളരെയധികം കണ്ട് മറന്ന ഓരോ ക്യാരക്ടറുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ അതിനെയും ഒരു ന്യൂ ജനറേഷൻ ഫീലിൽ കാണാൻ ആർക്കും സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതുപോലത്തെ നല്ല നല്ല മനസ്സിലിരിക്കുന്ന സിനിമകൾ, നല്ല നല്ല പാട്ടുകൾ, അതിൽ ഓലഞ്ഞാലി കുരുവി എന്നൊക്കെ പറയുന്ന പാട്ട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഇപ്പം വളരെ കുറവ് സിനിമകളിലെ പാട്ടുകളെ നമ്മുടെ മനസ്സിലിരിക്കുന്നുള്ളൂ. പണ്ടത്തെ ഇപ്പോൾ ഒരു പാട്ട് എൻ്റെ അടുത്തൊക്കെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ പാട്ടൊന്നും ഓർമ്മ വരില്ല. പണ്ടത്തെ പാട്ടുകൾ അല്ലെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പുള്ള പാട്ടുകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പാട്ടുകൾ. ഇന്നത്തെ സിനിമകളാണെങ്കിൽ കൂടിയും അങ്ങനെ മൈൻഡിലിരിക്കുന്ന സിനിമകൾ വളരെ കുറച്ച് പടങ്ങളെ അതുപോലെ വരുന്നുള്ളൂ. എനിക്ക് ഈ പറയുന്ന ന്യൂ ജനറേഷനോടുള്ളൊരു മേ ബി അതെൻ്റെ ഒരു ഇതായിരിക്കാം, വ്യൂ ആയിരിക്കാം. മറ്റുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ല. ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും നല്ല വർഷം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം, അറിയില്ല. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞ് ഒരു നടിക്ക് വീണ്ടും അഭിനയിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കുറവാണ്. അത് ഇന്നത്തെ എന്താ പറയുക, ആൾക്കാരുടെ തിങ്കിങ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ അവരുടെ ധാരണകളാണ്. കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അതിലൊരു മാറ്റം ഉണ്ടാവുന്നില്ല, അഭിനയത്തിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മളെ തേടി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരെ തേടി ക്യാരക്ടേഴ്സ് വരുന്നില്ല എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് ഓരോരുത്തരുടെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ എൻ്റെ നാടോടി മന്നൻ ഫിലിം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കല്യാണം കഴിയുന്നതും. ഞാനങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല ഒരിക്കലും സിനിമയ്ക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാൻ ചെയ്യും, ഒരിക്കലും മാറി നിൽക്കില്ല എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫീൽ മീൻസ് നല്ല ക്യാരക്ടേഴ്സ്, ഇപ്പോൾ തമിഴിലെ ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും തമിഴിൽ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സാണ് കൂടുതലും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലുള്ളൂ. അതുപോലത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് വന്നു കഴിഞ്ഞാലാണ് എന്നും നമുക്കും ഒരു പ്രചോദനം വേണം. നല്ല സിനിമകൾ ചെയ്യണം, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. നമ്മളൊരു 10, 30, 40 കൊല്ലം കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ 2-3 പേര് നമ്മളെ കാണുമ്പോൾ അന്ന് ഈ പടം ചെയ്തതല്ലേ, നല്ല പടമായിരുന്നു, അത് കേൾക്കാനൊരു സുഖമുണ്ട് നമുക്ക്. അങ്ങനത്തെ ഒരു ഫീലും അങ്ങനത്തെ ഒരു അഭിപ്രായം കിട്ടണമെങ്കിൽ നല്ല നല്ല ഫിലിംസ്, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. ഇപ്പോഴത്തെ ഇത് നല്ല ക്യാരക്ടേഴ്സിന് വേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഡയറക്ടേഴ്സിനോട് പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മളെ എന്താ പറയുക, നമ്മളുടെ ടാലൻസോ അങ്ങനെ ഇപ്പോൾ ഫിലിമിലുള്ള ആൾക്കാർ പറയും പ്രേക്ഷകർക്ക് കല്യാണം കഴിഞ്ഞ നായികമാരോട് വലിയ ഇതില്ല എന്നൊക്കെ ഉള്ളൊരിത് പറയും. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഇപ്പോൾ ഒത്തിരി നായികമാർ, ഇപ്പോൾ ആരൊക്കെ, ശ്വേത ചേച്ചി, പിന്നെ റിമ തിരിച്ചു വരുന്നുണ്ട്, അമല, എല്ലാവരും അഭിനയിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു തെറ്റൊന്നും എനിക്ക് തോന്നില്ല. അവർക്ക് അഭിനയിക്കാനുള്ള എന്താ പറയുക, താല്പര്യം എത്ര നാളുണ്ടോ അത്ര നാൾ വരെയും അവർക്ക് താല്പര്യം, മീൻസ് അഭിനയിക്കാം.
ഇറ്റ്സ് അപ്പോൺ ദെയർ. ഇനി നമുക്ക് എടുക്കാനുള്ളൊരു ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇനി ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു 35 വയസ്സിന് ശേഷം തിരിച്ചു വരിക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാനുള്ളൊരു ഉത്തരവുള്ളൂ. എനിക്കറിയില്ല എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇത്, മേ ബി കുറച്ചും കൂടെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് വരുന്നതുകൊണ്ടാണോ ഇപ്പോഴത്തെ ഇപ്പോൾ ഒരു 25-നും 35-നും ഇടയിലുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് മേ ബി ക്യാരക്ടേഴ്സ് നമുക്ക് ആ ഒരു ഏജിനുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണോ സിനിമയിൽ, അറിയില്ല. ഇപ്പോൾ ഒരു 29 വയസ്സുള്ള ഒരു സ്ത്രീക്ക് കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു വീട്ടമ്മയായിട്ട് അല്ലെങ്കിൽ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ചെയ്യാൻ. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും, എനിക്കറിയില്ല. വളരെയധികം സ്പേസ് ഇപ്പോൾ സ്ത്രീകൾക്ക് മാറി നിൽക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ഓക്കെ മെയിൽ മാത്രം, മെയിൽ എന്താ പറയുക, ടെക്നീഷ്യൻസ് എല്ലാവരും മെയിൽ, അങ്ങനത്തെ ഒരു ഇത് പോയി, പൂർണ്ണമായിട്ട് മാറി. അഞ്ജലി മേനോൻ തൊട്ട് എല്ലാവരും, രേവതി വർമ്മ, എല്ലാവരും ഇപ്പോൾ തിരിച്ച് എന്താ പറയുക, ദേ ആർ ഇപ്പോൾ പ്രസൻറ്റിൽ അവരാണ് ഒരു ഹൈപ്പ് സൃഷ്ടിച്ച് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്ത്രീകൾ അങ്ങനെ വരുന്നു, സ്ത്രീകൾ മലയാള സിനിമയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്ലേസ് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ബാംഗ്ലൂർ ഡേയ്സ് ഫിലിം കണ്ടപ്പോൾ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമുണ്ട്, ഇത്രയും അധികം ആർട്ടിസ്റ്റിനെ വെച്ച് ഒരു ഫീമെയിൽ ആ ഒരു ഫിലിം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. കാരണം പല സമയത്തും നമ്മൾ കേൾക്കാറുണ്ട് കോർഡിനേഷൻ പ്രോബ്ലം ആവാറുണ്ട്, വലിയ ഡയറക്ടേഴ്സിൻ്റെ ആണെങ്കിൽ കോർഡിനേഷൻ പ്രോബ്ലം ആവാറുണ്ട്, അത് പ്രശ്നമാവാറുണ്ട്, ഇത് പ്രശ്നമാവുണ്ട്. പക്ഷേ ഈ ഒരു ഫിലിമിൽ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടേ ഇല്ല എന്ന് പറയാം. അത് വലിയൊരു ഒരു അംഗീകാരമാണ് അഞ്ജലി മേനോന് കിട്ടിയിരിക്കുന്നത്. സോ അതിലൊക്കെ ഫാൻസുകളാണ് എനിക്ക് അറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പ്രേക്ഷകരുടെ വലിയൊരു പങ്കുണ്ട് ഓരോ ആക്ടേഴ്സിൻ്റെയും. അവരുടെ ഫിലിം വരുമ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പിനും അതിൻ്റെ പ്രൊമോഷനും എല്ലാത്തിനും.